ഒരു ചെറിയ പ്രോഗ്രാമാണ് അന്താക്ഷരി. ഇന്നത്തെ ഇവിടുത്തെ അന്താക്ഷരിയിൽ പങ്കെടുക്കുന്നത് മലയാള സിനിമയിലെ ചില നടീനടന്മാരാണ്. ഇന്നത്തെ ഈ അന്താക്ഷരി ഇവിടെ നയിക്കുന്നത് ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റായ ശ്രീ ഇന്നസെന്റ് ആണ്. കലാഭവനിലൂടെ വളർന്ന് സിനിമയിലെത്തിയ പഴയ ചില ആളുകൾ വീണ്ടും ഒന്നിക്കുന്നു. എങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ശ്രീ കലാഭവൻ മണി, ശ്രീ കോട്ടയം നസീർ, ദിലീപ്, നവാസ്, ജയറാം. ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനായി അമ്മയുടെ പ്രസിഡന്റ് ശ്രീ ഇന്നസെന്റിനെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ടമ്മയുണ്ട്. തുടങ്ങാല്ലേ? അപ്പോ നിയമങ്ങളൊക്കെ അറിയാലോ? അതെ, അമ്മയുടെ പരിപാടിയെ കാശില്ല, അതിന്റെ നിയമം അവിടുത്തെ. അല്ല, നിയമങ്ങൾ ഏത് അക്ഷരം വെച്ചാൽ തുടങ്ങണ്ടേന്ന് പറഞ്ഞാല് അപ്പൊ പരിപാടി തുടങ്ങാം. നളിനാക്ഷി നമ്മൾ തുടങ്ങുന്നു. നളിനാക്ഷി അല്ല, അന്താക്ഷരി. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഒന്ന് തുടങ്ങാമോ? അക്ഷരം എന്തായാലും പാട്ടല്ലേ? അതെ. നല്ലൊരു ശബ്ദത്തോടുകൂടി ആയിക്കോട്ടെ, കുയിലിന്റെ നാദം ആയിക്കോട്ടെ. അതാരോ കുയിലിന്റെ നാദമുള്ള ആരോ. ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേരുടെ സൗണ്ട് പോലെ കേൾക്കണം. എന്നാ പിന്നെ ഞാൻ തന്നെ പാടാം. അതെ, ഞാൻ ജനിച്ചപ്പോഴേ സംഗീതം പഠിച്ചാടാ. അസലായിട്ട് പാടും. ആണോ? ഏതാക്ഷരം? അമ്മയുടെ ഹിന്ദിയായാലോ? അമ്മയുടെ ഹിന്ദിയോ? മാ. അപ്പൊ പിടിച്ചോളൂ. മുല്ലപ്പൂമ്പല്ലിലോ മുക്കുറ്റി കവിളിലോ അലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഏനറിയില്ല ഏലമണിക്കാട്ടിലെ മലങ്കുറവ. എടോ മലങ്കുറവാണ്. എന്തിനാ അതിന് കംപ്ലൈന്റ് പറയണേ? ആവശ്യത്തിന് ഫുഡ് കഴിച്ചാൽ മതി, ഉണ്ടാവൂലോ. ആദ്യം തന്നെ താനൊരു കാര്യം ചെയ്യേ, തന്റെ എണ്ണാക്കിൽ കുറച്ച് ഗ്രീസ് പറ്റടോ. എരുമ കയറേണ്ടല്ലോ. എരുമയല്ല, ഇത് ഞാനാ, ജനാർദ്ദനൻ. തെറ്റിദ്ധരിച്ചു. എന്താണോ, എന്ത് പാട്ടൊക്കെയായി പാടുന്നത്? ഏലിമലക്കാട്ടില് മലം കുറവാണെങ്കിൽ കുറച്ച് കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യ്. വൃത്തികെട്ട ഒരു രൂപവും വൃത്തികെട്ട ഒരു ശബ്ദവും അതിനേക്കാൾ വൃത്തികെട്ട ഒരു പാട്ടും. മാവച്ചൊരു പാട്ട് പാടോ? ഞാൻ മാവച്ച് പാട്ടല്ല, മാവച്ച് 2 തെറിയാ പറയേണ്ടത്. പക്ഷെ എന്റെ സ്റ്റാൻഡേർഡ് അത് ഞാൻ ചെയ്യുന്നില്ല. മാവച്ച് നിങ്ങൾ പാടില്ല, മാവച്ച് ഞാൻ തെറി പറയും. അപ്പോ മാവച്ച് ഞാൻ തന്നെ പാടാം. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്കിനി കഴിവില്ലെങ്കിൽ മാപ്പു തരൂ. ഏതാ, ഇന്ത്യയുടെ മാപ്പാണ് കേരളത്തിന്റെ മാപ്പാണ്? ഒന്ന് പോടാ ചക്ക. നിർത്തണ പട്ടികളെ. അയ്യോ, അത് തറത്തി. ഞാൻ ഒന്നും എങ്ങനെ മനസ്സിലായടാ? പട്ടികളെ എന്ന് വിളിക്കണ കേട്ടു. ഏതക്ഷരം വെച്ചാ പോടത്? സാറിന് ഇഷ്ടമുള്ള അക്ഷരത്തിൽ പാടിക്കോട്ടെ. എന്റെ നല്ല അക്ഷരം പറയടാ. സാറിന്റെ കരാട്ട പഠിക്കണം. ഇതിൽ ഏതക്ഷരാന്ന് വെച്ചെടുത്തോടാ. പക്ഷെ അവസാനം ചായക്ക് വള്ളിയില്ല പുള്ളിയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. എന്നാ ഞാനൊരു പണി കൊടുക്കട്ടെ. ചം എന്നൊരു വാക്ക് മലയാളത്തിൽ നിഘണ്ടുവിലുള്ള പട്ടികളെ. അപ്പൊ ചമ്മന്തി എന്ന് പറയണതോ? ചമ്മന്തി. പാട്ട് പാടാം. ചക്രവർത്തി നിനക്ക് ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പവാതുകം പുറത്തഴിച്ചു വെച്ചിട്ട് നഗ്നവാദിയായിട്ട് അകത്തേക്ക് കയറി ഓടി. ഇടി അകത്തേക്ക് കയറി വരാൻ. ഇടി വരാനല്ലേ പറഞ്ഞത്? ഇവിടെ ആരുമില്ല മോളെ, ധൈര്യമായിട്ട് കയറി പോര്. സാറിനൊരു പ്രായമായിട്ടെങ്കിലും ആഗ്രഹങ്ങൾ മാറിയിട്ടില്ല. പാതുകൊക്കെ പുറത്തു വെച്ചിട്ട് അകത്തേക്ക് കയറി വരെ. ഒറ്റക്കായിരിക്കില്ല, അച്ഛനും അമ്മയും അളിയന്മാരും അങ്ങളമാരൊക്കെ ഉണ്ടാവും. ഇത് തൃശ്ശൂരായിരിക്കും. അങ്ങനെ പേഴ്സണലായിട്ട് പറയാ. എന്തിനു നീ കുറെ നാളെ പേഴ്സണലായിട്ട് പറയണു? നീ പബ്ലിക്കായിട്ട് പറയടാ. ഞാൻ ഓപ്പണാ. തുടങ്ങാം. ഏതക്ഷരം വെച്ചാ ഞാൻ പാടേണ്ടേ? നമുക്ക് അകത്തോട്ടിരിക്കാം. വായല്ല, അക്ഷരം വാ. വാ മനോരഞ്ജിനെ സുരാംഗിണി സൂപ്പർ സുരസുന്ദരി
നളദമയന്തി കഥയിലെ ദമയന്തിയോ കണ്വാശ്രമത്തിലെ കാവ്യ ശകുന്തളയോ ഓമറക്കയാമിൻ മധു തുളുമ്പും മധുപാത്രമോ ഗർഭപാത്രമോ അലൂമിനിയ പാത്രമോ ഏതാന്ന് അറിയുകയില്ല. ഒരു പാട്ട് പറയുന്ന ഏഴുമ്പോ കല്ല കാര്യത്തില് എടാ ഈ സംഗീതം എന്ന് പറഞ്ഞ ഒരു മുട്ടക്കാറ്റ കടലാണ്. മനസ്സിലാ മക്കളെ? ഈ കടലിനകത്ത് ഞണ്ടും ഞൗരൊക്കെ പറയുന്ന ചെറ്റകളാണ് നിങ്ങൾ, ചെറ്റകള്. എന്റെ ഞാൻ തിമിങ്കല്ലോ. ഏതക്ഷരം? അക്ഷരം ഓ. ഒരു പൊണ്ണി ഞാൻ പാത്തേ, അത് മീത്ത ശൃംഖല ചേർത്ത് ഞാൻ കുളിച്ചിട്ട് കുളിച്ചിരിക്കട്ടെ. പപ്പു നമ്മുടെ പേരഞ്ഞിടൂ പപ്പു. നിർത്താൻ. അയ്യോ, ഇതാര്? ബാലേന്ദ്ര മേനോനല്ലേ? ഒരു സംശയം ചോദിച്ചോട്ടെ. ആ, തനിക്ക് ജനിച്ചപ്പോ തുടങ്ങി തലകെട്ടുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞു കിട്ടിയതാ. ശരി. എന്താ നെഞ്ചുവേന എടുക്കണ്ടോ? ഇല്ല. പിന്നെന്താ നെഞ്ചത്ത് ഇങ്ങനെ തിരുമ്മി തിരുമ്മി ചെളി ഉരുട്ടി തണ്ടോ? അല്ല, ഇത് എന്റെ ഒരു സ്റ്റൈലാ. ഇനിയിപ്പോ ഞാനൊരു പാട്ട് പാടാം. പക്ഷെ ഇയാള് പാടിയ മാതിരിയുള്ള പാട്ടാണെങ്കിൽ പെറ്റ തള്ള പോലും പൊറുക്കുകയല്ല കുട്ട. അപ്പൊ അച്ഛൻ പൊറുക്കോ? ഇല്ല, അളിയും പൊറുക്കും. എന്തായാലും ഞാനൊരു പാട്ട് പാടാം. മോഹങ്ങൾ മുരടിച്ചു, മോതിര കൈ മുരടിച്ചു, പക്ഷേ മനസ്സ് മാത്രം മുരടിച്ചില്ല കുട്ട. ഇനി ഇതിൽ കൂടുതൽ എന്തുട്ടെ മുരടിക്കാനല്ലേ?